ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ എല്ലാവരും മാറാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂട്ടേഴ്സിൽ എല്ലാവരും എഞ്ചിൻ ഓയിൽ മാറാറുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഗിയർ ഓയിൽ മാറേണ്ട ഇൻ്റർവെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ എഞ്ചിൻ ഓയിൽ മാറുന്നു ആ ടൈമിലെല്ലാം നമ്മൾ ഗിയർ ഓയിൽ മാറണം. പക്ഷെ പലരും അവോയ്ഡ് ചെയ്യുന്ന കാര്യമാണ് ഗിയർ ഓയിൽ മാറാറില്ല, എഞ്ചിൻ ഓയിൽ മാത്രമാണ് മാറുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഗിയറിന് അതിനിടയ്ക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കാനുള്ള ഓയിൽ മാത്രം മാറത്തില്ല, എഞ്ചിൻ ഓയിൽ മാത്രം മാറുന്ന ഒരു പ്രവണത പല ആൾക്കാരിലും കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ എഞ്ചിൻ ഓയിൽ എപ്പോഴൊക്കെ മാറുന്നു ആ ടൈമിലെല്ലാം ഈ ഗിയർ ഓയിലൂടെ മാറാൻ നിങ്ങൾ മറക്കരുത്. ഗിയർ ഓയിൽ പൊതുവെ നമ്മുടെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും 2 ഗ്രേഡാണ് വരുന്നത്. ഗിയർ ഓയിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ഓയിൽ ആണ് ഒഴിക്കുന്നത്. പൊതുവെ എഞ്ചിൻ ഓയിലിൻ്റെ ഇപ്പോൾ 5W30 നമ്മളുടെ BS6 ആണെങ്കിൽ 10W30 BS4 എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ഈ 10W30 ആ ഓയിലാണ് പൊതുവെ നമ്മളുടെ ഗിയർ ഓയിലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ആ എഞ്ചിൻ ഓയിലിന് പകരം നമ്മൾ തന്നെ 90 ഓയിൽ സെപ്പറേറ്റ് ഗിയർ ഓയിൽ മേടിക്കാൻ കിട്ടും. ആ 90 ഓയിൽ ഒഴിക്കുന്നതാണ് എപ്പോഴും ഗിയർ ബോക്സിന് നല്ലത്. കാരണം വെച്ചാൽ കുറച്ചുകൂടെ ഗിയർ വീലിന് ലൈഫ് കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ 90 ഓയിൽ സെപ്പറേറ്റ് മേടിച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ നിങ്ങൾ പീരിയോഡിക് സർവീസ് എപ്പോൾ എഞ്ചിൻ ഓയിൽ മാറിയാലും ഈ ഗിയർ ഓയിൽ മാറുന്ന കാര്യം മറക്കരുത്. ആ ഗിയർ ഓയിൽ മാറുമ്പോൾ അതിൻ്റെ വാഷറും കാര്യങ്ങളും എല്ലാം ചേർന്ന് മാറും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ദയവായി ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.